സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ക്രൊമാറ്റോഗ്രഫിയാണ്. നമ്മൾ ഇന്ന് എടുക്കുന്നത് ക്രൊമാറ്റോഗ്രഫിയാണ്. കെമിസ്ട്രിയുടെ സെക്കൻഡ് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് ക്രൊമാറ്റോഗ്രഫി. എന്താണ് ഈ ക്രൊമാറ്റോഗ്രഫി? ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു മിക്സ്ചറിനെ കോമ്പോണൻസ് ആക്കി സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഒരു മിക്സ്ചറിനകത്തുനിന്ന് നമുക്ക് കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു മിക്സ്ചറിനകത്തുനിന്ന് കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്രൊമാറ്റോഗ്രഫി ഈസ് ദ ടെക്നിക് ഫോർ ദ സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സിൻ്റെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ടെസ്റ്റിങ്ങിനുമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം മിക്സ്ചറിനകത്തുനിന്ന് കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്ത് എവിടെ നിന്നാണ്? ഗ്രീക്ക് വേർഡ്സായ ക്രോമ ആൻഡ് ഗ്രാഫെയിൻ എന്നീ വേർഡ്സിൽ നിന്നാണ്. ക്രൊമാറ്റോഗ്രഫി എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ്സായ ക്രോമയുടെ മീനിങ് എന്താ? ക്രോമ മീൻസ് കളർ. അതുപോലെ ഗ്രാഫെയിൻ മീൻസ് ടു റൈറ്റ്. സോ ക്രോമ ആൻഡ് ഗ്രാഫെയിൻ ഈ വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ക്രൊമാറ്റോഗ്രഫി എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണ്? റിട്ടൺ ഇൻ കളർ എന്നാണ് ഈ ക്രൊമാറ്റോഗ്രഫി എന്നുള്ളതിൻ്റെ മീനിങ് വരിക. ഇനി നമുക്ക് ക്രൊമാറ്റോഗ്രഫി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ക്രൊമാറ്റോഗ്രഫി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മിക്സ്ചർ കാണും. ഈ മിക്സ്ചറിനെയാണ് നമുക്ക് കോൺസ്റ്റുവൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ ഈ മിക്സ്ചറിനെ നമ്മൾ ഒരു ഫ്ലൂയിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും. നമുക്കുള്ള മിക്സ്ചറിനെ ഫ്ലൂയിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും. ഫ്ലൂയിഡ് സോൾവെൻ്റ് എന്ന് പറയുമ്പം അത് ഗ്യാസും ആകാം ലിക്വിഡും ആകാം. അപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിനെ ഒരു ഫ്ലൂയിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും. ഈ ഫ്ലൂയിഡ് സോൾവെൻ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ആവാം. അപ്പോൾ ഈ ഫ്ലൂയിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് മൊബൈൽ ഫേസ്. ഫ്ലൂയിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് മൊബൈൽ ഫേസ്. അങ്ങനെ ഈ ഫ്ലൂയിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത മിക്സ്ചറിനെ നമ്മൾ സ്റ്റേഷനറി ഫേസിലുള്ള ഒരു മെറ്റീരിയലിനകത്തൂടെ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കോമ്പോണൻസ് ആക്കി സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിനെ നമ്മൾ ആദ്യം ഒരു ഫ്ലൂയിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും. ഫ്ലൂയിഡ് സോൾവെൻറ്റ് ഗ്യാസ് ആവാം ലിക്വിഡ് ആവാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊബൈൽ ഫേസ്. ഇനി നമുക്കൊരു സിസ്റ്റം കാണും. ആ സിസ്റ്റത്തിനകത്ത് സ്റ്റേഷനറി ഫേസിലുള്ള ഒരു മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സിസ്റ്റത്തിനകത്തൂടെ നമ്മൾ ഈ മൊബൈൽ ഫേസിലുള്ളത് പാസ് ചെയ്യും. ഓക്കെ, സ്റ്റേഷനറി ഫേസിലുള്ള മെറ്റീരിയൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്തൂടെ മൊബൈൽ ഫേസിലുള്ള ഈ ഫ്ലൂയിഡ് സോൾവെൻറ്റ് നമ്മൾ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത് കഴിയുമ്പം എന്നാ സംഭവിക്കും? മിക്സ്ചറിനകത്ത് പല കോൺസ്റ്റുവൻസ് ഉണ്ട്. നമുക്കറിയാം മിക്സ്ചറിനകത്ത് 2-3 കോൺസ്റ്റുവൻസ് കാണും. ഈ കോൺസ്റ്റുവൻസ് സ്റ്റേഷനറി ഫേസുമായിട്ടുള്ള അഫിനിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. പല കോൺസ്റ്റിറ്റ്യുവൻസിനും പല അഫിനിറ്റി ആയിരിക്കും. അതായത് ചില കോൺസ്റ്റുവൻസ് കൂടുതൽ സമയം റിയാക്ട് ചെയ്യും, ചില കോൺസ്റ്റുവൻസ് കുറച്ച് സമയമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഈ മിക്സ്ചറിനകത്തെ, അതായത് മൊബൈൽ ഫേസിനകത്തെ പല കോൺസ്റ്റിറ്റ്യുവൻസിന് സ്റ്റേഷനറി ഫേസിനകത്തുള്ള മെറ്റീരിയലുമായിട്ടുള്ള അഫിനിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പം ചിലത് കൂടുതൽ സമയം റിയാക്ട് ചെയ്യും, ചിലത് കുറച്ച് സമയമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് അവർ ഇൻട്രാക്ട് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ സമയം റിയാക്ട് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അവർ പതുക്കെ റിയാക്ട് ചെയ്തേ മൂവ് ചെയ്യത്തുള്ളൂ. പക്ഷേ കുറച്ച് സമയം റിയാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് പാസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റും? കോൺസ്റ്റുവൻസ് പാസ് ചെയ്യുന്ന വെലോസിറ്റി ഡിഫറൻ്റ് ആവും. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസ് സെപ്പറേറ്റ് ആവും. ഒരു മിക്സ്ചറിനകത്തെ കോൺസ്റ്റുവൻസ് ഓരോന്നും പാസ് ചെയ്യുന്ന വെലോസിറ്റി ഡിഫറൻ്റ് ആവും. അങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻസ് സ്ലോലി സെപ്പറേറ്റ് ആവും. ഇതാണ് ശരിക്കും ക്രൊമാറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ശരിക്കും അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി പറയുന്നത്? നമുക്ക് ഒരു മിക്സ്ചറുണ്ട്. ഈ മിക്സ്ചർ എന്ന് പറയുന്നത് ഒരു സോൾവെൻറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്ത് അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മളൊരു കോളം എടുക്കും. ഈ കോളത്തിനകത്ത് നന്നായിട്ട് അഡ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഫില്ല് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അലുമിന. കോളത്തിനകത്ത് നമ്മൾ അലുമിനയുടെ ഒരു പ്രോപ്പർട്ടി, അത് ഹൈലി അഡ്സോർബിങ് മെറ്റീരിയലാണ്. ഈ അലുമിന ഫില്ല് ചെയ്യും. ഈ അലുമിനയ്ക്കകത്തൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സൊല്യൂഷൻ പാസ് ചെയ്യും. നമ്മുടെ സൊല്യൂഷൻ ഈ അലുമിനയ്ക്കകത്ത്, അതായത് കോളത്തിനകത്ത് അലുമിന ഫില്ല് ചെയ്തേക്കുവാണ്. അലുമിന ഫില്ല് ചെയ്ത കോളത്തിനകത്തൂടെ നമ്മുടെ സൊല്യൂഷൻ പാസ് ചെയ്യും.
അങ്ങനെ പാസ് ചെയ്യുമ്പം ചിലത് പെട്ടെന്ന് അഡ്സോർബ് ആവും. ചില കോൺസ്റ്റുവൻസിനെ അലുമിന പെട്ടെന്ന് അഡ്സോർബ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യുന്ന സാധനമൊക്കെ ടോപ്പിൽ കാണും. ചില സാധനങ്ങളെ അലുമിന അത്ര പെട്ടെന്ന് അഡ്സോർബ് ചെയ്യില്ല, പതുക്കെ അബ്സോർബ് ചെയ്യത്തുള്ളൂ. പതുക്കെ അബ്സോർബ് ചെയ്യുന്നത് എന്താണ്? താഴേക്ക് പോയിട്ട് താഴെ ഭാഗത്തായിരിക്കും കാണുന്നത്. സോ നമുക്ക് കാണാൻ പറ്റും മെറ്റീരിയൽസ് അവിടെ സെപ്പറേറ്റ് ആവും. സോ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയും. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിനെ നമ്മളൊരു സോൾവെൻറ്റിനകത്തേക്ക് ഡിസോൾവ് ചെയ്യിച്ചൊരു സൊല്യൂഷനാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതിനകത്ത് നമ്മളൊരു കോളത്തിനകത്ത് അലുമിന എടുത്തു. അലുമിനയുടെ പ്രത്യേകത ഹൈലി അഡ്സോർബിങ് മെറ്റീരിയലാണ്. ഇവിടെ അലുമിനയാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ഈ കോളത്തിനകത്തിരിക്കുന്ന അലുമിനയ്ക്കകത്തൂടെ നമ്മുടെ മൊബൈൽ ഫേസിലുള്ള സൊല്യൂഷൻ ഒഴിച്ചു വിട്ടു. ഇത് ഒഴിച്ചു കഴിയുമ്പോൾ എന്നാ പറ്റും? റെഡിലി അബ്സോർബ് ആവുന്ന പാർട്ടിക്കിൾസൊക്കെ ടോപ്പിൽ തന്നെ കാണും. സ്ലോലി അബ്സോർബ് ആവുന്നത് ഇതിനകത്തൂടെ പയ്യെ ഇറങ്ങി താഴെ ഭാഗത്തായിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെ നോക്കിക്കേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസ് അവരെ അബ്സോർബ് ചെയ്യുന്ന റേറ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരെ എന്തുമാത്രം നേരം റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് സെപ്പറേറ്റ് ആയി. ഇതിനെയാണ് നമ്മൾ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്രോമാറ്റോഗ്രഫി പറയുമ്പം നമുക്ക് 2 ഫേസാണുള്ളത്. സ്റ്റേഷനറി ഫേസും ഉണ്ട്, മൊബൈൽ ഫേസും ഉണ്ട്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡും ആകാം ലിക്വിഡും ആവാം. നമ്മുടെ സ്റ്റേഷനറി ഫേസ് സോളിഡും ആകാം ലിക്വിഡും ആകാം. സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത അലുമിനയുടെ കേസ് പോലെയാണെങ്കിൽ അവിടെ സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്തിനെ ബേസ് ചെയ്യും? അഡ്സോർപ്ഷനെ ബേസ് ചെയ്യും. സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ അഡ്സോർപ്ഷനെ ബേസ് ചെയ്യും. ലിക്വിഡ് ആണെങ്കിൽ സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടീഷനെയാണ് ബേസ് ചെയ്യുന്നത്. സോ നമ്മൾ സ്റ്റേഷനറി ഫേസ് എടുക്കുമ്പം സ്റ്റേഷനറി ഫേസ് തന്നെ 2 എണ്ണം ആവാം. സോളിഡും ആകാം ലിക്വിഡും ആകാം. സോളിഡ് ആണെങ്കിൽ ഈ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആവുന്നത് സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ അഡ്സോർപ്ഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലിക്വിഡ് ആണെങ്കിൽ പാർട്ടീഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് ടൈപ്സ് പറയുമ്പോൾ പറയും. ഇനി മൊബൈൽ ഫേസ് ഉണ്ട്. മൊബൈൽ ഫേസും എന്താവാം? ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ആവാം. അപ്പം സ്റ്റേഷനറി ഫേസ് സോളിഡോ ലിക്വിഡോ ആവാം. മൊബൈൽ ഫേസ് ലിക്വിഡോ ഗ്യാസോ ആകാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫി ആണ് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫിയിൽ ആദ്യത്തെ ആണ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയാണ് നമ്മൾ കുറച്ച് മുമ്പ് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ അതൊരു ലിക്വിഡ് സോൾവെൻറ്റിൽ, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് ആയിട്ടുള്ള സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു കോളം എടുക്കുക. കോളത്തിനകത്ത് നമ്മുടെ സോളിഡ് ആയിട്ടുള്ള എന്തുണ്ട്? സ്റ്റേഷനറി ഫേസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് അലുമിനിയാണ്, ഹൈലി അഡ്സോർബിങ് മെറ്റീരിയലായ അലുമിനിയാണ് പറഞ്ഞത്. നമ്മൾ ഈ സൊല്യൂഷൻ എന്നിട്ട് ഈ കോളത്തിനകത്തൂടെ പാസ് ചെയ്യിക്കും. കോളത്തിനകത്തെ മെറ്റീരിയലിനകത്തൂടെ സൊല്യൂഷൻ പാസ് ചെയ്യിക്കുമ്പം ഇതിൻ്റെ അഡ്സോർപ്ഷൻ റേറ്റ് അനുസരിച്ച് മെറ്റീരിയൽസ് സെപ്പറേറ്റ് ആവും. റെഡിലി അബ്സോർബ്ഡ് ആവുന്ന മെറ്റീരിയൽ മുകളിലും വരും, സ്ലോലി അബ്സോർബ് ആവുന്നത് താഴെയും വരും. ഇതാണ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസാണ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിക്കകത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ടേമാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു മിക്സ്ചറുണ്ട്. ആ മിക്സ്ചറിനകത്ത് കോമ്പോണൻസ് ഉണ്ട്. കോമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ഡിഫറൻസ് കാണും. അത് വെച്ചിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് മനസ്സിലാക്കണം. നമുക്ക് 2 ഇമ്മിസിബിൾ സോൾവെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഇമ്മിസിബിൾ സോൾവെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്താ ഇമ്മിസിബിൾ സോൾവെൻ്റ്? അവർ തമ്മിൽ മിക്സ് ആവത്തില്ല. ഇപ്പോൾ വെള്ളവും എണ്ണയും പോലെ തമ്മിൽ മിക്സ് ആവത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് ഇമ്മിസിബിൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് 2 ഇമ്മിസിബിൾ സോൾവെൻ്റ് ഉണ്ട്. നമ്മുടെ സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിനകത്തെ കോമ്പോണൻസ്, ഓരോ കോമ്പോണൻസ് കാണുമല്ലോ, അതിലെ ഒരു കോമ്പോണൻറ്റ്, ആ കോമ്പോണൻറ്റിന് ഈ 2 ഇമ്മിസിബിൾ സോൾവെൻറ്റിനിടയിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കണം എന്ന് വിചാരിക്കുക. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ സബ്സ്റ്റൻസിന് ഒരു സോൾവെൻറ്റിലുള്ള കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ
നമ്മുടെ സബ്സ്റ്റൻസിന് മറ്റേ സോൾവെൻറ്റിലുള്ള കോൺസെൻട്രേഷൻ, അതിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പറഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റൻസിന് സോൾവെൻറ്റ് 1ലുള്ള കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ സോൾവെൻറ്റ് 2ലുള്ള കോൺസെൻട്രേഷൻ, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ എന്താ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? സബ്സ്റ്റൻസിന് സോൾവെൻറ്റ് 1ലുള്ള കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ സോൾവെൻറ്റ് 2ലുള്ള കോൺസെൻട്രേഷൻ, അതിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം പല സബ്സ്റ്റൻസിനും ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പലതായിരിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ഡിഫറൻസ് കാണും. അപ്പം നമ്മൾ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ ഒരു സ്റ്റേഷനറി ഫേസുമുണ്ട്, ഒരു മൊബൈൽ ഫേസുമുണ്ട്. എന്താണ് സ്റ്റേഷനറി ഫേസ്? സ്റ്റേഷനറി ഫേസിനകത്ത് നമുക്ക് ഒരു പോറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നമ്മുടെ ഒരു ലിക്വിഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അല്ലെ, ഒരു സോൾവെൻറ്റ് പോറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. ഇനി മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് മറ്റേ സോൾവെൻറ്റ്, മറ്റേ ലിക്വിഡ് ആയിരിക്കും, ലിക്വിഡ് ഓർ ഗ്യാസ് ആവാം, അതിനെയാണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? അപ്പം നമ്മുടെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ഇമ്മിസിബിൾ ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് തമ്മിൽ മിക്സ് ആവാൻ പാടില്ല, ഇത് ഇമ്മിസിബിൾ ആയിരിക്കണം. ഇനി നമ്മൾ മൊബൈൽ ഫേസ് എന്തിലൂടെ പാസ് ചെയ്യും? സ്റ്റേഷനറി ഫേസിലൂടെ സ്ലോലി പാസ് ചെയ്യും. അപ്പം ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻറ്റിലുള്ള വ്യത്യാസം കാരണം മൊബൈൽ ഫേസിനകത്തുള്ള ഈ പറഞ്ഞ മിക്സ്ചറിനകത്തെ കോമ്പോണൻസ് സെപ്പറേറ്റ് ആവും. അതിനെയാണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കോളത്തിനകത്ത് ഒരു പോറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കാണും. ഈ പോറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ ഒരു ലിക്വിഡ്, ഒരു സോൾവെൻറ്റ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നിങ്ങൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു മൊബൈൽ ഫേസ് ഉണ്ട്. മൊബൈൽ ഫേസിലും ഒരു സോൾവെൻ്റ് ഉണ്ട്. ആ സോൾവെൻറ്റിലായിരിക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. സോ സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ലിക്വിഡാണ് സോൾവെൻറ്റ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി പോറസ് മെറ്റീരിയലിൽ ഇരിക്കുന്ന സ്റ്റേഷനറി ഫേസിലുള്ള ലിക്വിഡിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മൊബൈൽ ഫേസ്, അതായത് നിങ്ങളുടെ മിക്സ്ചർ ഡിസോൾവ് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫേസ് സ്ലോലി പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പം ഈ മിക്സ്ചറിനകത്തുള്ള കോമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലുള്ള വ്യത്യാസം കാരണം സെപ്പറേറ്റ് ആവും, മെറ്റീരിയൽസ് പതുക്കെ സെപ്പറേറ്റ് ആവും. ഇതിനെയാണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി തന്നെ പല ടൈപ്പ് ഉണ്ട്. അതാണ് ലിക്വിഡ് കോളം ക്രൊമാറ്റോഗ്രഫി, പേപ്പർ ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, ഹൈ പ്രഷർ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ ടൈപ്സ് ആണ് ലിക്വിഡ് കോളം ക്രൊമാറ്റോഗ്രഫി, പേപ്പർ ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, ഹൈ പ്രഷർ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്രൊമാറ്റോഗ്രഫിയുടെ ഓരോ ടൈപ്സ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.